ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് CD ഡീലക്സ് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. നമുക്ക് ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, ബാക്കിലത്തെ ഇൻഡിക്കേറ്റർ ലൂസ് ഉണ്ട്, അതൊന്ന് ടൈറ്റ് ചെയ്യണം, പൊല്യൂഷൻ ടെസ്റ്റ്, അതേപോലെ ബാക്കിലത്തെ റിയർ ടെയിൽ പാനൽ കംപ്ലൈൻറ്റ് ഉണ്ട്, അതൊന്ന് മാറ്റാം, പൊട്ടിപ്പോയിട്ടുണ്ട്. ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണേ. പിന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ചെറിയൊരു മിസ്സിങ് പോലത്തെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതൊരു ബാക്ക് എൻഡ് പിടിക്കുന്ന പോലത്തെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ ചെറുതായിട്ട് നമുക്കും ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി ജനറൽ സർവീസിനായിട്ട് കയറ്റിയിട്ടുണ്ട്. ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബാക്ക് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അയച്ചതാണ്. കമ്പനി ലൈൻഡറാണ് കിടക്കുന്നത്, പുതിയ ലൈൻഡറാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ലൈൻഡറിന് ഒരല്പം ക്യാമ് തിരിച്ചിട്ടിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഹബ്ബിന് ചെറിയൊരു തേയ്മാനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമ് മില്ലിങ് ഒരല്പം തിരിച്ചിട്ടാണ് വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഈ വീലിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഡാംബർ റബ്ബർ സെറ്റ് കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കണം കേട്ടോ, മാറ്റിയിടണം. എന്നാലാണ് അത് നമുക്ക് ബാക്കಲ್ಲಿ നമ്മൾ ആക്സിലേറ്റർ കുറച്ച് കൊടുക്കുന്ന സമയത്ത് ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ട് വരുന്നതിൻ്റെ മെയിൻ റീസൺ അതാണ്. ടയർ ബാക്കിലത്തെ അത്യാവശ്യം കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട്. ഹബ്ബിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഹബ്ബിൻ്റെ ഇവിടെ ഒരു തേയ്മാനമുണ്ട്, ചെറിയൊരു സ്റ്റെപ്പ് പോലെ ആയിട്ടുണ്ട്. അതാണ് ആ സ്റ്റെപ്പ് അങ്ങനെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അത്രയും ആ ബ്രേക്കിൻ്റെ ലൈനറിന് ക്യാം അത്രയും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നത് കേട്ടോ. മാക്സിമം ഉപയോഗിക്കാം. അത് നമുക്ക് ഹബ്ബ് സെറ്റായിട്ട് അലൈവീലടക്കം വരുള്ളൂ. അപ്പോൾ തൽക്കാലം അങ്ങനെ ഉപയോഗിക്കാം, കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ ചെയിനൊക്കെ ചെറിയ ലൂസ് ഉണ്ട്, അത് നമുക്ക് ടൈറ്റ് ചെയ്തിടാം. എയർ ഫിൽറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മിസ്സിങ്ങിൻ്റെ ചെറിയൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട്. അത് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ പെട്രോൾ കിട്ടാത്ത പോലത്തെ ഒരു ഫീൽ വരുന്നുണ്ട്, ചില ടൈമിലുള്ളൂ. അത് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ നമ്മൾ തൽക്കാലം അതൊന്നും ചെയ്യാതിരിക്കണം നല്ലത്. കാരണം വെച്ചാൽ കാർബറേറ്ററുമായി റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഒട്ടുമിക്ക വണ്ടികളും കംപ്ലൈൻറ്റാണ് പറയാൻ. കാരണം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളിനകത്ത് ഇപ്പോൾ നമ്മൾ 1 ലിറ്റർ പെട്രോൾ മേടിച്ചാൽ അതിനകത്ത് ഒരു 800 മില്ലി പെട്രോളുള്ളൂ, ബാക്കി 200 മില്ലി എത്തനോൾ മിക്സ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസാണ് ഒട്ടുമിക്ക വണ്ടികളിലും കാണുന്നത്. ചിലതിന് ഓവർഫ്ലോൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കും, മിസ്സിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ പ്രോബ്ലമായിട്ട് വന്നു കഴിഞ്ഞാൽ കാർബറേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് തൽക്കാലം നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് അത്ര വലിയൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയാനില്ല. എന്നാൽ ചില സമയങ്ങളിൽ ഒരു ചെറിയൊരു വിട്ടല്ലോ നമ്മൾ ആക്സിഡൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാറുകയും ചെയ്യും. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് ആക്സിലേറ്ററിൻ്റെ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കേബിളൊന്നും മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത്രയും ഭാഗം ഓക്കെ ആയിക്കോളും. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്, ഒരു പ്ലേ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ചെറിയൊരു അടി പോലെയാണ് ഫീൽ ചെയ്യുക ഫ്രണ്ടിൽ നിന്ന്. അപ്പോൾ അത് കൈയോടെ നമുക്ക് മാറ്റിയിടാനാണ് കുറച്ചുകൂടി നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് ഓടുന്തോറും കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ട് വരും. അത് നമുക്ക് കൈയോടെ മാറ്റി കളയാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. പിന്നെ ഈ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ ചെറിയൊരു നനവ് പോലെയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. മേജറായിട്ടുള്ള ഇഷ്യൂയിലേക്ക് ആയിട്ടില്ല, ചെറിയൊരു നനവൊക്കെ ഉണ്ട് അതും കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കിയിരുന്നു, ലെവല് ഉണ്ട്, വലിയ പഴക്കമായിട്ടില്ല, അത്യാവശ്യം കുറേ കൂടി ഓടാനുണ്ട് നമുക്ക് കേട്ടോ. ഓയിലെനിക്ക് ഇതിനിടയ്ക്ക് നമ്മൾ മാറ്റിയേക്കണതാണ്. പിന്നെ ബാറ്ററി നമ്മൾ കൂട്ടത്തികളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ഇത് ഇരിക്കുന്ന ബാറ്ററി ബോഷിൻ്റെ ബാറ്ററിയാണ്, 12 വോൾട്ട് 4 ആമ്പിയറാണ് കപ്പാസിറ്റി. 2023 മോഡൽ, അതായത് 2023 ആണ്ടിലെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. 13.206 റേഞ്ച് വരെ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ലോഡിലേക്ക് കൊടുക്കുമ്പോൾ 8.706 റേഞ്ചിലേക്ക്. അപ്പോൾ 8.5 വോൾട്ടിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് സാധാരണ പറയാം. കാരണം എന്ന് വെച്ചാൽ 8.5 വോൾട്ടിൽ താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് സെൽഫിൻ്റെ പ്രശ്നമൊക്കെ കാണിക്കാറുണ്ട്, ആരംഭിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് നമുക്കിപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ആ ഇൻഡിക്കേറ്ററൊക്കെ ലൂസ് ഉണ്ട്, നമുക്ക് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിലത്തെ ടെയിൽ പാനലൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റാനായിട്ട് കൂട്ടത്തിക്കട സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ അപ്രോക്സിമേറ്റ് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5:30-6 മണിക്ക് ആവും തീരുമ്പോഴത്തേക്ക് കേട്ടോ. അപ്പോൾ അത് കണക്കാക്കി വന്നാൽ മതി. ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം കേട്ടോ.